പിന്നെ നമുക്കിടയിൽ ഒരുപാട് ആളുകളുണ്ട് ഡോക്ടർ, അതായത് ഈ ഷുഗർ, പ്രഷർ, അങ്ങനെ ഡെയിലിയുള്ള മരുന്ന് കഴിക്കുന്ന ആളുകൾ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം മരുന്ന് കഴിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഈ ഷുഗർ കുറഞ്ഞു പോകുന്ന ആളുകൾ. അപ്പോൾ ഇവർക്കൊക്കെ ഈ നോമ്പെടുക്കുക എന്നുള്ളത് ഒരു വലിയ വെല്ലുവിളിയാണ്. അപ്പോൾ അവരെങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്? അത് ശരിക്കും ഈ നോമ്പെടുക്കുന്നത് വിട്ടു നിൽക്കേണ്ട കാര്യമുണ്ടോ, അതോ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതിയോ? എന്ന് വെച്ചാൽ സത്യത്തിൽ ഒരു അസുഖമുള്ള ഒരാൾ, പ്രഷറാണെങ്കിലും പ്രമേഹമാണെങ്കിലും ഹൈപ്പർ കൊളസ്ട്രീമിയ എന്ന് വെച്ചാൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്തുള്ള ഒരാളാണെങ്കിലും അയാൾ നോമ്പെടുക്കുന്നതിന് മുന്നേ അയാൾ റെഗുലറായിട്ട് കാണിച്ചു കൊണ്ടിരിക്കുന്ന അയാളുടെ ഫിസിഷ്യനെ കാണിക്കണം. അത് നിർബന്ധം. കാരണം ഇൻസുലിൻ എടുക്കുന്ന ഒരാൾക്ക് പലപ്പോഴും അത്താഴത്തിന് ഇൻസുലിൻ എടുക്കേണ്ടി വരത്തില്ല. നോമ്പ് തുറന്ന ഉടനെ എടുത്താൽ മതിയോ, അളവ് കുറയ്ക്കേണ്ടി വരും. ടാബ്ലറ്റിൽ തന്നെ വളരെ വ്യത്യാസങ്ങളുള്ള ടാബ്ലറ്റ് ഉണ്ട്. ഒരു ഉദാഹരണത്തിന് ഈ ഡാപ്പാഗ്ലിപ്പോസിൻ എന്നൊക്കെ പറയുന്ന ഗുളികകളുണ്ട്. എന്നുവെച്ചാൽ ഷുഗർ മൂത്രത്തിലൂടെ കൂടുതൽ പോകാൻ വേണ്ടി യൂറിൻ കൂടുതൽ പാസ് ചെയ്യും. അങ്ങനത്തെ ഗുളിക നോമ്പിന് കഴിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ യൂറിൻ പാസ് ചെയ്യും, ഡീഹൈഡ്രേഷൻ ഉണ്ടാവും, ആ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ഡോക്ടർ മരുന്ന് കഴിക്കുന്ന ഒരാൾ ആദ്യം ഡോക്ടറെ കാണണം. എന്നിട്ട് അദ്ദേഹം നിർദ്ദേശിക്കുന്ന രീതിയിൽ മാത്രമേ ആ മരുന്ന് കഴിക്കാൻ പാടുള്ളൂ. ഒരാൾക്ക് പ്രമേഹം ഉള്ളത് കൊണ്ട് നോമ്പെടുക്കാൻ പാടില്ല എന്നൊന്നുമില്ല. അത് റെഗുലറായിട്ട് ഒരു ഹെവി ഏറ്റവും കൂടുതൽ പ്രമേഹമുള്ളൊരു വ്യക്തിയാണ്, അയാൾക്ക് ഒന്നും കൊണ്ടും കൺട്രോൾ ആവത്തില്ല എന്ന് വെച്ചാൽ പോലും അയാൾക്ക് നോമ്പെടുക്കാം. ഇൻ കേസ് നിങ്ങൾ നേരത്തെ ചോദിച്ചത് ഒരാൾക്ക് ഷുഗർ പറ്റ കുറഞ്ഞു നോക്കാം. അങ്ങനെ കുറഞ്ഞാൽ നമ്മൾ നിർബന്ധമായിട്ടും നോമ്പ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അയാൾ നോമ്പ് മുറിക്കണം. അയാൾക്ക് നിർബന്ധമായിട്ടും ഭക്ഷണം കൊടുക്കണം, കൊടുത്തേ പറ്റുള്ളൂ. ഒരാൾക്ക് നമുക്കൊരു കൺഫ്യൂഷൻ ആയിരിക്കും, വൈകിട്ടായില്ലേ, ഇനിയിപ്പോൾ കുറച്ചും കൂടെ മരണം സംഭവിക്കും. അതൊരിക്കലും പാടില്ല. ഒരാൾക്ക് നമുക്ക് തോന്നുകയാണ് അയാൾ വേർക്കുന്നുണ്ട്, സെറ്റ് ചെയ്യുന്നുണ്ട്, അയാൾ തളർന്ന് കിടക്കുന്നു എന്ന് പറഞ്ഞാൽ അയാളുടെ നോമ്പ് പൂർത്തിയാക്കാൻ ഒരിക്കലും പാടില്ല. അയാളെ എങ്ങനെയെങ്കിലും വെള്ളം കുടിപ്പിക്കുകയോ മധുരം കൊടുക്കുകയോ അങ്ങനെ നിർബന്ധമായിട്ട് ചെയ്യണം. ഇനി അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്ക് ഒരു കൺഫ്യൂഷനാണ്, ഇയാൾ തുറന്ന് രാവിലെ തന്നെ ഇയാൾ തളർന്ന് കിടക്കുന്നത് ഭക്ഷണം കൂടിയിട്ടാണോ കുറഞ്ഞിട്ടാണോ, നമുക്കറിയില്ല. അയാൾക്ക് ഹൈപ്പറാണോ ഹൈപ്പോ ആണോ എന്നറിയില്ല. അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അയാൾക്ക് ഷുഗർ എന്തെങ്കിലും കൊടുത്തിരിക്കണം. ഹൈപ്പർ ഒരാൾക്ക് ഷുഗർ കൂടിയ ഒരാൾ കുറച്ചും കൂടെ കൂടി എന്ന് വെച്ചാൽ ഒന്നും വരാൻ പോകുന്നില്ല. പക്ഷെ ഹൈപ്പോ ഉള്ള ഒരാൾ ഒരു 20 താഴേക്ക് അങ്ങ് പോയാൽ അയാൾ മരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മൾ ഡോക്ടേഴ്സ് അല്ലാത്തത് കൊണ്ട് ഒരാളെ കാണുകയാണ്, അവരുടെ ഷുഗർ കൂടുതലോ കുറവാന്ന് നമുക്ക് അറിയത്തില്ല, പക്ഷെ അയാൾക്ക് എന്തോ കൺഫ്യൂഷൻ ഉണ്ട്, അയാൾ ഡയബറ്റിക്കാണ്. അങ്ങനെയാണെങ്കിൽ നിർബന്ധമായിട്ടും അയാൾക്ക് ഫസ്റ്റ് ഷുഗർ കൊടുക്കണം, എന്നിട്ട് അയാൾ ഡോക്ടറെ അടുത്ത് പോലും എത്തിക്കാൻ പാടുള്ളൂ. ഡോക്ടർ പറഞ്ഞു ചില ആളുകളൊക്കെ എന്തായാലും നോമ്പെടുക്കുന്നതിൽ വിട്ടു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാവും. അത് ശാരീരികമായ സാഹചര്യത്തിന്റെ പേരിൽ. അല്ലാതെ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ടോ, പ്രത്യേകിച്ച് ഈ ഫീഡ് ചെയ്യുന്ന അമ്മമാരൊക്കെ നോമ്പെടുക്കുന്നതൊക്കെ എത്രത്തോളം സുരക്ഷിതമാണ്? ശരിക്കും കുട്ടിക്ക് നല്ല ഫീഡ് ആവശ്യമുണ്ടെങ്കിൽ അവർ നോമ്പെടുക്കാൻ പാടില്ല. കാര്യം ഡീഹൈഡ്രേഷൻ വരും, കുട്ടിക്ക് പാല് കുറയും എന്ന് ഒരു ഡോക്ടർ പറയണം, അല്ലെങ്കിൽ അവർക്ക് തന്നെ തോന്നുകയാണെങ്കിൽ ഒരു കാരണവശാലും അവർ നോമ്പെടുക്കാൻ പാടില്ല. കുട്ടിയുടെ ആരോഗ്യം അവരുടെ ഒരു പ്രധാന ഘടകമാണ്. ആ കുട്ടിയുടെ മുലയോട് കഴിഞ്ഞിട്ട് പിന്നീട് അവർക്ക് നോമ്പെടുക്കാമല്ലോ. അത് ഒരു കാരണവശാലും ഫീഡിങ്ങിനായിട്ട്. പക്ഷേ ചിലർക്ക് ഒരു കുഴപ്പമില്ല, അവർക്ക് അത്യാവശ്യം ബ്രസ്റ്റ് മിൽക്ക് ഉണ്ട്, കൊടുക്കാൻ പറ്റുന്നുണ്ട്, അങ്ങനെ കൊടുക്കുന്നതിൽ വിരോധമൊന്നുമില്ല. ഡോക്ടർ, ഈ ജിമ്മിൽ പോകുന്ന ആളുകൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു ട്രെൻഡാണ്, നമ്മൾ ജിമ്മിൽ പോകുന്നു, ആരോഗ്യമൊക്കെ നോക്കുന്നു, നല്ല കാര്യമാണ്. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഈ ജിമ്മിൽ പോകുന്ന ആളുകൾ നോമ്പെടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഫാസ്റ്റിംഗ്, പിന്നെ രാവിലെ ഡോക്ടർ പറഞ്ഞതുപോലെ ഒരു ഡീഹൈഡ്രേഷൻ ഒഴിവാക്കാൻ നമ്മൾ ആക്ടിവിറ്റി ഒക്കെ നിർത്തിവെക്കും. പിന്നെ ആ സമയത്ത്, അതായത് ഈ ഒരു മാസത്തോളം നീളുന്ന ഈ ഒരു പ്രക്രിയയിൽ ഈ മസിൽ ലോസ് ഒക്കെ ഉണ്ടാവും എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരെന്താ ശ്രദ്ധിക്കേണ്ടത്? അത് ശരിക്ക് ഒരു ജിമ്മിൽ പോകാൻ അഡ്വൈസ് ചെയ്യത്തില്ല നോമ്പിൻ്റെ സമയത്ത്. കാര്യം നമ്മളെപ്പോഴും പറയില്ലേ, ഭക്ഷണം കഴിച്ച് 2 മണിക്കൂറെങ്കിലും കഴിയണം ഒരാൾ ജിമ്മിൽ പോകണം, അല്ലേ? എന്ത് എക്സസൈസ് ചെയ്യണമെങ്കിലും മിനിമം സ്റ്റൊമക്ക് കാലിയാവുന്ന സമയമാണ് 2 മണിക്കൂർ. അത് കഴിഞ്ഞിട്ടാണ് എക്സസൈസ് ചെയ്യാൻ നല്ലത്. അപ്പോൾ നോക്കൂ, ഒരു 6 മണിക്ക് അല്ലെങ്കിൽ ഒരു 7 മണിക്ക് ഒരാൾ നോമ്പ് തുറന്നു, പിന്നെ അയാൾക്ക് സമയമില്ല. 2 മണിക്കൂർ കഴിയുമ്പോഴേക്കിന് അയാളുടെ പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞിട്ട് ആ സമയത്ത് ആ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് അയാൾക്ക് എക്സസൈസ് ചെയ്യാം. അതല്ലാതെ അയാൾ നോമ്പ് തുറന്ന ഉടനെ എക്സസൈസ് ചെയ്യാൻ പാടില്ല. ഒന്ന് ഡീഹൈഡ്രേറ്റഡ് ആണ്, പിന്നെ അയാൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രേഷൻ ഓക്കെ, പക്ഷേ 2 മണിക്കൂർ കഴിയാതെ എക്സസൈസ് ചെയ്യാൻ പാടില്ല. ആ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് അയാൾക്ക് എക്സസൈസ് ചെയ്യാം, റെഗുലർ എക്സസൈസ്. പക്ഷേ ഒരിക്കലും അത്താഴം കഴിഞ്ഞതിന് ശേഷം അയാൾ എക്സസൈസ് ചെയ്യാൻ പാടില്ല. എന്ന് വെച്ചാൽ അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ നിർജ്ജലീകരണം വരും, അത് ഒഴിവാക്കണം. അതുകൊണ്ട് ആ സമയത്തും സ്യൂട്ടബിൾ അല്ല എന്ന് വെച്ച് എക്സസൈസ് ചെയ്യാതിരിക്കരുത്. കാര്യം ഹെവി എക്സസൈസ് ഒഴിവാക്കിയിട്ട് എയ്റോബിക് എക്സസൈസ്, നടത്തം, ചെറിയ തോതിലുള്ള എക്സസൈസ്, അതൊക്കെ പറ്റും. അതിനപ്പുറത്തേക്ക് ഹെവി എക്സസൈസ് നോമ്പിന് ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്.